നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ പെൻഷനായ 3200 രൂപ അവരുടെ അക്കൗണ്ടുകളിലെത്തും. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിക്കണം എന്നതിനെല്ലാം കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറും പറയാറുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ വർഷത്തെ പെൻഷൻ കുടിശ്ശികയായ 3 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. അതിനുശേഷം എല്ലാ മാസവും കറക്റ്റായി തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇപ്പോൾ പെൻഷൻ ഓൾറെഡി എല്ലാ ആളുകൾക്കും ലഭിച്ചു. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ 2 മാസത്തെ ഗഡുക്കളാണ് ലഭിക്കുക. വിഷു ഈസ്റ്റർ വരുന്ന മാസമായതുകൊണ്ട് തന്നെ അവർക്ക് 1 മാസത്തെ കുടിശ്ശികയും 1 മാസത്തെ പെൻഷനും ലഭിക്കും. അതിന് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ പല ആളുകൾക്കും ഈ മാർച്ച് മാസത്തിന് ശേഷം പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല. നമുക്കറിയാം, മാർച്ച് മാസം അവസാനിച്ചു, ഏപ്രിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. സർക്കാരിൻ്റെ പല നിർദ്ദേശങ്ങളും നടപ്പിലാവുന്നത് ഏപ്രിൽ മുതലാണ്. ഏപ്രിൽ 1 മുതലായിരിക്കും എല്ലാ കാര്യങ്ങളും, പുതിയ നികുതി, പുതിയ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും തുടങ്ങുക ഏപ്രിൽ 1 മുതലാണ്. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർക്കിപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസരമുണ്ട്. എങ്കിലും അവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിൽ പണം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവർ പാൻ കാർഡ്, ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. KYC പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ പെൻഷൻ ചിലപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എത്തുകയില്ല. നിർബന്ധമായിട്ടും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. പെൻഷൻ മസ്റ്റിങ്ങുമായി ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളാണെങ്കിൽ അവർ വരുമാന സർട്ടിഫിക്കറ്റ് കറക്റ്റായി നൽകുക. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് ആളുകൾ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. അവർ ഇനി പുനർവാദിയായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അത് നൽകുക. അങ്ങനെ പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഏപ്രിൽ മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഓരോ മാസം കഴിയുമ്പോഴേക്കും ഒരുപാട് ആളുകൾ പെൻഷനിൽ നിന്നും പുറത്താകുന്നുണ്ട്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷനിൽ നിന്നും പുറത്താകുന്നത്. എന്നാൽ ഇപ്പോഴും അനധികൃതമായി പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകളും ഉണ്ടെന്നാണ് അന്വേഷണത്തിൽ കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് പെൻഷൻ അർഹതയുണ്ടോ എന്ന് അവർ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം അവർ വാങ്ങുന്ന ഓരോ പെൻഷനും അവർ വലിയ രൂപത്തിലുള്ള ഫൈനുകളും തിരിച്ചടയ്ക്കേണ്ടി വരും. 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകൾ, വീട്ടിൽ AC മറ്റ് സൗകര്യമുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവർക്ക് പെൻഷൻ അർഹതയില്ലാതെ ആയിരിക്കും. അങ്ങനെ പെൻഷൻ അർഹതയില്ലാതെ അവർ പെൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ അവർ വാങ്ങുന്ന ഓരോ പെൻഷനും അവർ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാനുള്ള അവസരം കൂടി നിലവിലുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാത്ത ആളുകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ആളുകൾ, അതുപോലെ തന്നെ കാർഷിക സംബന്ധമായിട്ടുള്ള ജോലി ചെയ്ത് കാർഷിക പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ആളുകൾ, വികലാംഗമുള്ള ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സമയമായിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, നികുതി രസീറ്റ്, ഫോട്ടോ എന്നിവ കൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അങ്ങനെ നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും. ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഏത് പഞ്ചായത്തിലേക്കാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത് അവിടെ ഏൽപ്പിക്കുക. അതിനുശേഷം അവരുടെ ഒരു അന്വേഷണം ഉണ്ടായിരിക്കും. ആ അന്വേഷണത്തിൽ അവർ തൃപ്തരാണെങ്കിൽ, നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അവർ പെൻഷനിൽ അപ്രൂവൽ ആക്കും. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. എങ്കിൽ തുടർന്ന് അവർക്ക് പെൻഷൻ മറ്റ്